ഹലോ ഫ്രണ്ട്സ്, ഒരിക്കൽ കൂടി ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ നിർത്തിവെച്ച അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് പോയ ആ ഒരു പോർട്രേറ്റ് ഡ്രോയിങ്ങിൻ്റെ ട്യൂട്ടോറിയൽസ് വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയാണ്. അതായത് നിർത്തിയെടുത്തും നമ്മൾ തുടങ്ങുകയാണ്. നിർത്തിയെടുത്തും തുടങ്ങുന്ന പറയുമ്പോൾ ഒന്ന് രണ്ട് ചെറിയ വ്യത്യാസങ്ങളോടുകൂടിയാണ് ചെയ്യാൻ പോകുന്നത്. മെയിനായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മൾ നാശമായി പോയ ആ ഒരു ഡ്രോയിങ്ങിൽ ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നില്ല. അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് പുതിയതായിട്ടൊരു പേപ്പറിൽ സ്കെച്ച് ചെയ്തിട്ടുണ്ട്. അതിൽ ചെയ്തതിൻ്റെ ബാക്കിയായിട്ട് ഓരോ ഭാഗങ്ങൾ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഹെയർ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നുള്ളതാണ്. അപ്പം തന്നിരിക്കുന്ന നമ്മുടെ കയ്യിലുള്ള ഈ റെഫറൻസ് നോക്കിയിട്ട് ആ ഹെയർ എങ്ങനെ ഒരു മാക്സിമം റിസൾട്ട് കിട്ടുന്ന രീതിയിൽ വരയ്ക്കാം എന്നുള്ളതാണ് ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പം പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഹെയറിൻ്റെ ഒരു റെൻഡറിങ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കണ്ണ് പോലെ തന്നെ ഹെയറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ണും അതേപോലെ തന്നെ മുടിയും നമ്മൾ മാക്സിമം നല്ല രീതിയിൽ ചെയ്തെടുത്താൽ ആ ഒരു പോർട്രേറ്റിന് ഒരു പകുതി ജീവൻ വെച്ചെന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷമേ ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുള്ളൂ. അപ്പോൾ ഹെയറും കണ്ണും ഒക്കെയാണ് ഒരു പോർട്രേറ്റ് ഡ്രോയിങ്ങിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാക്സിമം എഫേർട്ട് ഇടുക എന്ന് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളെ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കരുതെന്നല്ല. ഇത് ചെയ്ത് വൃത്തിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ബെറ്റർ റിസൾട്ടായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഹെയർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് മെയിനായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. നമ്മൾ പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ ഹെയർ വരയ്ക്കുമ്പോൾ ഓരോ മുടിയിഴകളും എണ്ണിപ്പെറുക്കി വരയ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ അതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു കാര്യം ഹെയറിൻ്റെ ഡയറക്ഷൻ, അതിന് കൊടുക്കേണ്ട വാല്യൂസ്, ഒരു ലൈറ്റ് ആൻഡ് ഷാഡോസ് ഇതൊക്കെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്ത് അതേപോലെ തന്നെ റെൻഡർ ചെയ്തെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ്. ഓരോ ഹെയറും വരച്ചെടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഹെയർ വരയ്ക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇത്തരം കാര്യങ്ങൾക്ക് കുറച്ച് ഫ്രീഡം ഉണ്ട്. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിലൊരു ചില കാര്യങ്ങൾ ഇംപ്രവൈസ് ചെയ്തെടുക്കാനുള്ള ഒരു ഫ്രീഡം ഹെയർ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. പോർട്രേറ്റിൽ ബാക്കി ഒരു സംഭവം വരയ്ക്കുമ്പോഴും നമുക്ക് ആ ഒരു ഫ്രീഡം കിട്ടത്തില്ല. അത് ഹെയറിന് മാത്രം അവകാശപ്പെട്ടൊരു സാധനമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഹെയർ വരച്ച് കഴിഞ്ഞ് ഹൈലൈറ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്താ പറയുക, ഇങ്ങനെ പാറി കിടക്കുന്ന ഹെയർ ഒക്കെ വരയ്ക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വേണമെങ്കിൽ വരയ്ക്കാൻ കഴിയും. അതിനകത്ത് അതൊരു തെറ്റാണെന്നോ അല്ലെങ്കിൽ അത് റെഫറൻസിൽ ഇല്ലാത്തതാണെന്നോ എന്നുള്ള ഒരു തോന്നലും കാണുന്ന ആൾക്കാർക്ക് ഉണ്ടാവില്ല. അപ്പം അങ്ങനത്തെ ഒരു ഫ്രീഡം നമുക്ക് ഈ ഒരു ഹെയർ വരയ്ക്കുമ്പോൾ കിട്ടും. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഉപയോഗിക്കുന്ന പെൻസിൽ എപ്പോഴും വളരെ ഷാർപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. സാധാരണ പെൻസിലാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടെ ഷാർപ്പൺ ചെയ്ത് വേണം ഹെയർ വരയ്ക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ പെൻസിൽ കയ്യിലുള്ളവരാണെന്നുണ്ടെങ്കിൽ മെക്കാനിക്കൽ പെൻസിൽ യൂസ് ചെയ്യാം. പക്ഷേ മെക്കാനിക്കൽ പെൻസിൽ എല്ലാ ഗ്രേഡിലും മെക്കാനിക്കൽ പെൻസിൽ അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ മെക്കാനിക്കൽ പെൻസിലിൻ്റെ ഒരു യൂസ് കാണിക്കുന്നില്ല. സാധാ പെൻസിൽ മാത്രമാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളുടെ റെഫറൻസ് ശ്രദ്ധിക്കാം. റെഫറൻസിൽ കാണുന്ന പോലെ ഹെയറിൻ്റെ ഈ ഒരു പോർഷനിലാണ് ഹൈലൈറ്റ് വരുന്നത്. പിന്നെ ടോപ്പിൽ ഈ ഒരു ഭാഗത്തും അതേപോലെ സൈഡിൽ ഇവിടെയും നല്ല ഡാർക്കായിട്ടുള്ള ടോൺസ് ആണ്. അപ്പം ഇവിടെ നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ഡാർക്കസ്റ്റ് വാല്യൂ യൂസ് ചെയ്യുക. ഞാനിവിടെ സ്റ്റഡ്ലറാണ് യൂസ് ചെയ്യുന്നത്. പ്രോബബ്ലി ഞാനിവിടെ സ്റ്റഡ്ലറിൻ്റെ 8B പെൻസിലായിരിക്കും ഇതിൻ്റെ മാക്സിമം വാല്യൂസ് ആഡ് ചെയ്യുന്നത്. 8B പെൻസിലായിരിക്കും ഇവിടുത്തെ വാല്യൂസ് ഫൈനൽ ആഡ് ചെയ്യുന്നത്. ഞാനൊരു സിംഗിൾ ഗ്രേഡ് ഡയറക്റ്റ് ചൂസ് ചെയ്യാതെ ലെയർ ബൈ ലെയർ ആയിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പം ഒരു ബ്രഷും അതേപോലെ തന്നെ ഒരു ടിഷ്യൂ പേപ്പർ യൂസ് ചെയ്യുന്നുണ്ടാവും. മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് തുടക്കത്തിലെ പറയുന്നില്ല, ചെയ്തു പോകുന്നതിനനുസരിച്ചിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തു പോവാം. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഹെയറിന്റെ ഓരോ സെഗ്മെന്റിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ചില ഡാർക്ക് ആയിട്ടുള്ള ലൈൻസ് ഉണ്ട്. ഇവിടെ ചെറിയ ഷാഡോസ് വരുന്നുണ്ട്, അതേപോലെ ഇവിടെ ഷാഡോ വരുന്നുണ്ട്, ഈ ഷാഡോസ്. അപ്പം നിങ്ങൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇതൊന്നും മിസ്സാക്കാതെ വേണം ചെയ്യാൻ, അല്ലെങ്കിൽ ഇതൊരു ഫ്ലാറ്റ് ആയിട്ട് ഉള്ളൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഇതേപോലുള്ള സെഗ്മെന്റുകൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്ത് അതിനൊക്കെ ഷെയ്ഡ് കൊടുക്കുമ്പോൾ കൂടുതൽ റിയലിസ്റ്റിക് ആവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇത് കണ്ടോ ചെറിയൊരു വൈറ്റ് ലൈൻസ് ഇവിടെ കാണാം. അതായത് ഹെയർ ഇങ്ങനെ പറന്ന് കിടക്കുന്ന ഹെയർസ് ആണ്. അതേപോലെ ബാക്ക്ഗ്രൗണ്ട് ചെയ്തെങ്കിൽ മാത്രമേ ഈ ഭാഗത്തെ ഹൈലൈറ്റ്സ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമുക്ക് ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഞാൻ ഡാർക്ക് വാല്യൂസിൽ നിന്ന് ലൈറ്റിലേക്ക് വരുന്ന രീതിയിലാണ് രണ്ട് സൈഡിൽ നിന്ന് ഷെയ്ഡ് ചെയ്യുന്നത്. ഹെയർ വരയ്ക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ പെൻസിലിന്റെ ആ ഒരു സ്ട്രോക്ക് ചെയ്യുന്ന സ്റ്റൈലും അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു തിക്നെസ്സും ആണ്. നമ്മൾ ഒരുപാട് ഷാർപ്പൺ ചെയ്ത്
നമ്മൾ ഒരുപാട് പ്രഷർ കൊടുത്ത് നിങ്ങൾ വരയ്ക്കാതിരിക്കുക. അപ്പം നമ്മൾ ഈ കാണുന്ന പോലെ ഫോർ എക്സാമ്പിൾ ഇതൊരു ഹൈലൈറ്റഡ് ഏരിയയും ഇത് ഡാർക്ക് ഏരിയയും ഇവിടെ ഡാർക്ക് ഏരിയ ആണ്. ഇതാണ് നമ്മുടെ ഹൈലൈറ്റഡ് പോർഷൻ, ഇത് ഡാർക്ക് ഏരിയ, ഈ രണ്ട് സൈഡ് ഡാർക്ക് ആണ്. അപ്പൊ നിങ്ങൾ പെൻസിൽ സ്ട്രോക്ക് ചെയ്യുമ്പോൾ ഇവിടും തുടങ്ങി ഇതിലേക്ക് അവസാനിക്കുന്നില്ല. അതായത് നിങ്ങളുടെ പെൻസിൽ ഈ ഒരു പോർഷൻ എത്തുമ്പോഴത്തേക്കും നിങ്ങൾ ലിഫ്റ്റ് ചെയ്തിരിക്കണം. ഒരിക്കലും ഇങ്ങനത്തെ സ്ട്രെയിറ്റ് അല്ലെങ്കിൽ ഷാർപ്പായിട്ടുള്ള തിക്കായിട്ടുള്ള ലൈൻസ് വരയ്ക്കാതിരിക്കുക. ഷെയ്ഡ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ ഡാർക്ക് ലൈനിൽ പ്രഷർ കൊടുത്തുകൊണ്ട് ഹൈലൈറ്റിലേക്ക് വരുമ്പോൾ ആ പ്രഷർ കുറച്ച് കൊണ്ടുവന്ന് ആ പെൻസിൽ ലിഫ്റ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പം നമുക്ക് അവിടെ ഒരു ഗ്രേഡിയന്റ് എഫക്റ്റ് ആയിരിക്കും കിട്ടുന്നത്. നമ്മൾ ഈ താഴെ അപ്ലൈ ചെയ്യുന്നത് കൂടുതൽ ഡാർക്ക്നെസ്സും ടോപ്പിലേക്ക് വരുമ്പോൾ ആ ഒരു ഡാർക്ക്നെസ് കുറഞ്ഞും വരും. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റൈലിൽ വേണം പെൻസിൽ സ്ട്രോക്ക് ചെയ്യാൻ. ലെങ്തി ഹെയർ ആയതുകൊണ്ട് നല്ല ലെങ്തി സ്ട്രോക്ക് ആയിരിക്കണം. HB പെൻസിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അത് ഈ ഒരു ഹെയറിനെയും ഈ ഒരു ഫേസിനെയും അതേപോലെ തന്നെ ഹെയറിന്റെ ഈ ഒരു എഡ്ജിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഭാഗം ഒന്ന് ഷാർപ്പൺ ചെയ്ത് വരയ്ക്കാം. നമുക്കപ്പം ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യാം. HB പെൻസിൽ ഉപയോഗിച്ച് ഹെയറിന്റെ ഈ ഒരു ഭാഗമാണ് ഏറ്റവും ഡാർക്ക് ആയിട്ടുള്ളത്. അപ്പം ഞാൻ ആ ഒരു ഭാഗത്തും തുടങ്ങുന്ന രീതിയിലാണ് പെൻസിൽ സ്ട്രോക്ക് ചെയ്യുന്നത്. നല്ല ഷാർപ്പായിട്ടുള്ള പെൻസിൽ വേണം ഹെയർ വരയ്ക്കുമ്പോൾ യൂസ് ചെയ്യാൻ. ഒരു ടിഷ്യൂ പേപ്പർ ഇതേപോലെ മടക്കിയിട്ട് നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അധികം പ്രഷർ കൊടുക്കണ്ട, വളരെ ജെന്റിൽ പ്രഷർ കൊടുത്ത് മാത്രം ബ്ലെൻഡ് ചെയ്താൽ മതി. കാരണം നമുക്ക് ഇതിന്റെ മുകളിൽ ഇനിയും ഗ്രാഫൈറ്റ് ആഡ് ചെയ്യാനുള്ളതാണ്. ഞാനൊരു 4B പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. 4B പെൻസിൽ വെച്ചിട്ട് സെക്കൻഡ് ലെയർ ആഡ് ചെയ്യാണ്. അപ്പം നമ്മൾ ലെയർ ചെയ്യുന്ന ആ ഒരു രീതി ആദ്യം ചെയ്ത പോലെ തന്നെയാണ്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് വരുന്ന രീതിയിൽ ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. പെൻസിൽ എപ്പോഴും നല്ല ഷാർപ്പായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഹെയറിന്റെ പല സെഗ്മെന്റ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഭാഗം കുറച്ച് പ്രഷർ കൊടുത്ത് തന്നെ ഷെയ്ഡ് ചെയ്ത് പോകാം, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാരണം അവിടെ കുറച്ച് കൂടുതൽ ഡാർക്ക് വാല്യൂസ് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ടാണ്. നമ്മളിത് വീണ്ടും ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നു. ഇനി ഞാൻ 8B പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റെഡ്ലറിന്റെ ഈ ബ്ലാക്ക് സീരീസിലുള്ള പെൻസിൽ തന്നെ വേണമെന്നില്ല. ഈ സ്റ്റെഡ്ലറിന്റെ ഈ ബ്ലൂ കളറിലുള്ള
8B പെൻസിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇതിന് ചില ബ്രേക്കേജ് ഇഷ്യൂ കൂടുതലായതുകൊണ്ടാണ് ഞാൻ തൽക്കാലം ഇത് മാറ്റി വെച്ചത്. നമുക്ക് ഈ ഒരു സൈഡിൽ തുടങ്ങാം. എന്തുകൊണ്ട് ഈ 8B ലാസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് 8B യൂസ് ചെയ്യാം, പക്ഷെ ചിലപ്പോൾ ബ്ലെൻഡ് ചെയ്യുമ്പോഴേക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതേപോലെ തന്നെ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഫിനിഷിങ് ചിലപ്പോൾ കിട്ടുന്ന വരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ 2 ലെയർ കൊടുത്തതിന് ശേഷം അതിന്റെ മുകളിൽ കൂടി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് നല്ല ഷെയ്ഡ് ചെയ്ത് ആ ഒരു ഹൈലൈറ്റ് ഭാഗത്തേക്ക് കൊണ്ടുവരിക. പെയിന്റിങ് ചെയ്യാൻ പോകുന്നത് ഇതേപോലെ ഒരു ബ്രഷ്, അതായത് ഈ ബ്രഷ് ഒരു സാധാരണ ഒരു അക്രിലിക് അല്ലെങ്കിൽ ഒരു വാട്ടർ കളർ ഒക്കെ ചെയ്യുന്ന ഒരു ബ്രഷാണിത്. ഇതിന്റെ ഒരു ടിപ്പിലുള്ള ബ്രഷിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ പരുവത്തിലാക്കിയതാണ്. അപ്പൊ ഇത് പെൻസില് ബ്ലെൻഡ് ചെയ്യാനായിട്ടൊക്കെ കുറച്ചുകൂടെ നല്ല ഇതാണ്. പ്രത്യേകിച്ച് ഈ 8B പോലെയുള്ള ഡാർക്ക് വാല്യൂസ് ഒക്കെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ഇത് ബെസ്റ്റ് ആണ്. ഇതേപോലെ ബ്ലെൻഡ് ചെയ്യുക. ആ ഒരു ഗ്രെയിനി ലുക്ക് മാറി ഇപ്പം കുറച്ച് സ്മൂത്തായി. അതേപോലെ തന്നെ അതിന്റെ വാല്യൂസും കുറച്ച് കൂടി, കുറച്ചുകൂടെ ഡാർക്കായി. ഇതേപോലെ പെൻസിൽ യൂസ് ചെയ്യുമ്പോൾ ഹെയറിന്റെ ടെക്സ്ചർ വിസിബിൾ ആവുന്ന രീതിയിൽ ഒരിക്കലും എക്രോസ് ആയിട്ട് ഹെയറിന്റെ ആ ഒരു ഡയറക്ഷന് ക്രോസ് ആയിട്ട് നിങ്ങൾ ബ്ലെൻഡ് ചെയ്യരുത്. ആ ഡയറക്ഷനിൽ തന്നെ വേണം ബ്ലെൻഡ് ചെയ്യാൻ. ഹെയറിന്റെ ആ ഡയറക്ഷനിൽ നമ്മൾ പെൻസിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഇതേപോലെ വരച്ചു വിട്ടാൽ മതി. റാൻഡം ആയിട്ട് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുക, അതായത് മുടിയൊക്കെ ഇങ്ങനെ പാറ കിടക്കുന്ന ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഹൈലൈറ്റ് ചെയ്ത ആ ലൈൻസ് ഒക്കെ വേറൊരു ഷാർപ്പായിട്ടുള്ള പെൻസിൽ വെച്ചൊന്ന് ഇവിടെ റീഫൈൻ ചെയ്ത് കൊടുക്കുക. അതിന്റെ എഡ്ജസ് ഒക്കെ ഒന്ന്. അപ്പോൾ വീണ്ടും HB വെച്ചിട്ട് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതേ പാറ്റേൺ തന്നെ, അതേ സ്റ്റെപ്സ് തന്നെയാണ് ഇനി ഫോളോ ചെയ്യുന്നത്. സ്കെച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ ഓരോ സെഗ്മെന്റ്സും കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയാൽ ഹെയർ വരയ്ക്കുമ്പോൾ നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. റെഫറൻസ് നോക്കുക. ഹെയറിന്റെ ഈ ഒരു ചെവിയുടെ ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ആ ഹെയർ കുറച്ച് വെളിയിലോട്ട് തള്ളി നിൽക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഹൈലൈറ്റ് വരുന്നത്. ഇവിടെ ഹെയറിന്റെ ആ ഒരു എൻഡാണ്, ഹെയർ ഇങ്ങനെ പാറി കിടക്കുന്നതുകൊണ്ടാണ് ഈ ഹൈലൈറ്റ് വരുന്നത്. അപ്പം ഈ ഹൈലൈറ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ ഈ ബാക്ക്ഗ്രൗണ്ടും ചെയ്തെങ്കിൽ മാത്രമേ ഈ ഒരു ഹൈലൈറ്റ് കൃത്യമായിട്ട് എന്താ പറയുക പോപ്പപ്പ് ചെയ്ത് നിൽക്കത്തുള്ളൂ. ആ ഒരു പോർട്രേറ്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ഫീൽ ചെയ്തുള്ളൂ. പക്ഷേ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഹെയറിനോളം തന്നെ ഡാർക്ക് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് ഒരു മീഡിയം ടോണിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ചെയ്തുകൊണ്ട് ഈ ഹെയറിന്റെ മുകളിലുള്ള ഈ ഹൈലൈറ്റ്സും അതേപോലെ തന്നെ ഈ ഭാഗമൊക്കെ ചെയ്തെടുക്കാൻ കഴിയും. HB വെച്ചിട്ട് തന്നെ ഷെയ്ഡ് ചെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4B ഡയറക്റ്റ് യൂസ് ചെയ്യാം, കാരണം നല്ല ഡാർക്കാണ് അവിടെ. പക്ഷെ ഞാൻ HB തന്നെ ചെയ്തെടുക്കുകയാണ്.
ഒരു ഏരിയയിൽ ഹെയറിന്റെ ടെക്സ്ചർ അത്ര വിസിബിൾ അല്ല. അതുകൊണ്ട് ലൈൻസിന്റെ വിഡ്ത്തും അല്ലെങ്കിൽ ആ ഒരു സ്ട്രോക്കിന്റെ പെർഫെക്ഷൻ ഒന്നും അത്ര കാര്യമാക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്ട്രോക്ക് ചെയ്യാം. 4B ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞ ചെവിയിലേക്ക് വന്ന് തട്ടി നിൽക്കുന്ന ആ ഒരു പോർഷൻ കുറച്ച് മുമ്പിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് കൊണ്ടുവരിക, ഇവിടെ നിന്ന് ഇങ്ങനെ കെർവായിട്ട് വളച്ച് ഷെയ്ഡ് ചെയ്യും. അപ്പോൾ ആ ഒരു ബെൻഡ് നമുക്ക് കിട്ടും. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ വളച്ച് ഷെയ്ഡ് ചെയ്യാം. നമ്മളെപ്പോഴും ഹൈലൈറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് ഇവിടെ നിന്ന് റീഫൈൻ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ആ ഒരു ഏരിയയിൽ ഒരു ക്ലാരിറ്റി കിട്ടും. ഇവിടെ നമുക്ക് ഇത്രയും ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഹൈലൈറ്റ് അത്രയും വൈറ്റ് അല്ല, ഒന്ന് ഡള്ളാക്കി കൊടുക്കണം. കാരണം ആ ചെവിയുടെ ആ പോർഷൻ അകത്ത് നിൽക്കുന്നുണ്ട്, അത്ര വൈറ്റ് ആയിട്ടുള്ള ഒരു ഹൈലൈറ്റ് അല്ല. ഇവിടെ ചെറിയ ഹൈലൈറ്റ്സ് ഒക്കെ ഉണ്ട്, ചില സിംഗിൾ ഹെയർസ് ഒക്കെ ഇതിനോട് എക്സ്പ്രസ് അടിക്കുന്ന പാറ നടക്കുന്നുണ്ട്. അപ്പം അതൊന്ന് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കിവിടെ ഒരു 4B പെൻസിലാണ് സ്ട്രൈറ്റ് യൂസ് ചെയ്യുന്നത്.
ആദ്യം ആ ഒരു ഡാർക്കായിട്ടുള്ള ഏരിയാസ് ഒക്കെയാണ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഇങ്ങനെ വളരെ റാൻഡമായിട്ട് വരയ്ക്കുക, കാരണം ഇവിടെ ഹെയർ ആ ഒരു സ്റ്റൈലാണ് കിടക്കുന്നത്. അതും ഇതേപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. ഈ പുറത്തൊക്കെ ഇങ്ങനെ അലസമായിട്ട് കിടക്കുന്ന മുടികളൊക്കെ ഒന്ന് വരച്ചു കൊടുക്കുക. ശരിക്കും ഇങ്ങനെയുള്ള സിംഗിൾ ലൈൻസ് ഒക്കെ വരയ്ക്കുമ്പം നല്ല ഷാർപ്പായിട്ട് വേണം വരയ്ക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ ഫൈനായിട്ടുള്ള ലൈൻസ് കിട്ടുന്ന മെക്കാനിക്കൽ പെൻസിൽ യൂസ് ചെയ്യാം. അത് പേപ്പറിന്റെ വൈറ്റ് അങ്ങ് നിൽക്കുമ്പം ആ ഹെയറിനിടയിൽ കൂടെയുള്ള ഗ്യാപ്പായിട്ട് തോന്നും. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇപ്പോൾ ഒന്ന് ഷെയ്ഡ് ചെയ്തത്. കേസ് ഇനിയും ബാക്ക്ഗ്രൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഹൈലൈറ്റ് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ ഹെയറിൻ്റെ ഒരു സൈഡ് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇതേ പ്രൊസീജിയറിൽ തന്നെ നിങ്ങൾക്ക് മറ്റേ സൈഡും ചെയ്തെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള സംഭവങ്ങളൊന്നും തന്നെ ആ സൈഡിലും ഇല്ല. അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.